നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്നൊരു സ്ഥാനാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മത്സരിക്കുന്ന മണ്ഡലത്തിൽ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്ന ചോദ്യത്തിനാണ് കേസ്. അഭിഭാഷകൻ കൂടിയായ ബി ഗോപാലകൃഷ്ണൻ പിന്നെയും ചോദിക്കുന്നു, പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന്. മലപ്പുറത്ത് പോയി ചോദിക്കാനാണ് ഗോപാലകൃഷ്ണന്റെ തിട്ടൂരം. ഗുരുവായൂരിൽ 48% ഹിന്ദുക്കളാണുള്ളതെങ്കിൽ മലപ്പുറത്തെ പൊന്നാനിയിൽ 69% മുസ്ലിങ്ങളുണ്ട്. അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ ചില MLA-മാരുടെ പേരുകൾ ഗോപാലകൃഷ്ണന്റെ അറിവിലേക്ക് നമുക്കൊന്ന് പറയാം. കെ ശ്രീധരൻ, PT മോഹനകൃഷ്ണൻ, MP ഗംഗാധരൻ, P ശ്രീരാമകൃഷ്ണൻ, P നന്ദകുമാർ. എന്താണ് ഗോപാലകൃഷ്ണ ഇനിയും നന്നാവാത്തതെന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ യോഗിയും മോദിയുമാണല്ലോ ഗോപാലകൃഷ്ണന്റെ നേതാക്കൾ. മതം പറഞ്ഞ് അവരും നമ്മളുമാക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടോ? ഡീൽ ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ ആരോപണത്തിൽ? എന്താണ് ഈ ആരോപണത്തിന് പിന്നിൽ? ഇതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി CPM-ൽ നിന്ന് PM ആർഷോ, കോൺഗ്രസിൽ നിന്ന് മുഹമ്മദ് ഷമ്മാസ്, BJP-യിൽ നിന്ന് S നന്ദു എന്നിവരാണ്. 3 പേർക്കും സ്വാഗതം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ നന്ദു, എന്തിനാണ് ബി ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തത്? അല്ല, ഇലക്ഷൻ സമയത്ത് സ്വാഭാവികമായും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കുന്നതൊന്നും കേരളത്തിൽ ആദ്യത്തെ കാര്യമൊന്നുമല്ല. ഇവിടെ അദ്ദേഹം റൈസ് ചെയ്ത കാതലായ വിഷയം, ആ വിഷയത്തെ വർഗീയമായി ചിത്രീകരിച്ചത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഇന്ത്യ സഖ്യം അടക്കമുള്ള ആളുകളാണ്. നമ്മൾ ഇതിനകത്തൊരു കാര്യം പറയുന്നത്, ഇപ്പം താങ്കളുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, മോദിയുടെയും യോഗിയുടെയും ആളായതുകൊണ്ടാണ് എന്താ ഗോപാലകൃഷ്ണ നന്നാവാത്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട ആങ്കർ ഉൾപ്പെടെയുള്ള ആളുകളോട്, മതമാണ് വിഷയം എന്ന് പറഞ്ഞ ആളിന് ഇപ്പോൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സീറ്റ് കൊടുത്ത നിലപാട് തെറ്റാണെന്ന് ഏതെങ്കിലും ഒരു ചർച്ചയിൽ മാതൃഭൂമിയുടെ ഒരു ഫ്ലോറിലും താങ്കൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു മാധ്യമപ്രവർത്തകയും പറയുന്നത് ഞാൻ കണ്ടില്ല. ഈ ഇലക്ഷൻ സമയം തുടങ്ങിയതിന് ശേഷം ഇത്രയും ഇനി ഒരു ഇലക്ഷൻ സമയത്താണ്, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു ഇന്നോവ കാറിൽ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികനെ വെട്ടിക്കൊന്നത്. എന്നിട്ട് മിനിറ്റുകൾക്കകം അതിനെയൊക്കെ തീവ്രവാദി സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളുടെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നു. പിന്നീട് ആ കേസൊക്കെ എവിടെ പോയി നമുക്കറിയാം. ആ സമയത്തും ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ചർച്ച ചെയ്യാത്തത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇനി ഇതിനെല്ലാം അപ്പുറത്ത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് ശ്രീ M സ്വരാജ് അദ്ദേഹം അയ്യപ്പനെ വിവാഹം കഴിപ്പിക്കാനും അതുപോലെ തന്നെ അയ്യപ്പന് കടുക്കവെള്ളം കൊടുക്കാനും ഒക്കെ നടന്നത്. ഈറനണിഞ്ഞ് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വേറെന്തൊക്കെ കാര്യങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞ കാലഘട്ടത്തിലും ഇത്തരം ഒരു ചർച്ചകളൊന്നും നമ്മളെവിടെയും കണ്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രകടമായ ഉദാഹരണം ചില വസ്തുതകൾ പറയുമ്പോൾ ആർക്കൊക്കെയോ നോവുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം. ഇതിനകത്ത് വളരെ കൃത്യമാണ് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള CPIM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രഥമല അത് ഇന്ത്യ മുന്നണിയുടെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്കൊത്ത് ചില ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എരിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറം അതിനകത്തൊരു വലിയ കാതലായ വിഷയം അല്ലെങ്കിൽ വിഷയമില്ല എന്നാണ് നന്ദു വന്നു. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം അത് BJP നേതാക്കൾക്ക്, BJP സ്ഥാനാർത്ഥികൾക്ക് ബാധകമാണ്. ഞാൻ എന്റെ ഈ താങ്കൾ ഇപ്പൊ പറഞ്ഞ പേരുകൾ, ഷാജിയുടെ കാര്യമൊക്കെ, അത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം അല്ല ഞാൻ ചോദിക്കട്ടെ, BJP നേതാക്കൾക്ക് കേസ് കൊടുക്കാമായിരുന്നു ഈ വിഷയത്തിൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ വിഷയത്തിൽ കേസ് കൊടുത്തത് നേതാക്കളാണ്. അവർ ആ പരാതി കൊടുത്തു. നിങ്ങൾക്ക് പരാതി കൊടുക്കാമായിരുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അത് തെറ്റാണെങ്കിൽ ഇത് ശരിയാകുമോ എന്നുള്ള ചോദ്യം അവിടെ ലോജിക്കലി നിൽക്കുന്നുണ്ട്. അതെല്ലാം പോട്ടെ, ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം BJP സ്ഥാനാർത്ഥികൾക്ക് ബാധകമാണോ? അല്ല, മാതൃകാ പെരുമാറ്റച്ചട്ടം BJP എന്നല്ല, എല്ലാ പേർക്കും ബാധകമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ടെമ്പിൾസ്, മോസ്ക്, ചർച്ചസ്, ഗുരുദ്വാരാസ് or any place of worship shall not be used as places for election propaganda including speeches, posters, music etc. on electioneering. ഇത് നിങ്ങൾക്ക് ബാധകമാണോ? തീർച്ചയായിട്ടും ബാധകമാണല്ലോ. അപ്പൊ അത് ഗോപാലകൃഷ്ണൻ അറിയാത്തതാണോ? ഗോപാലകൃഷ്ണൻ എന്താ ചെയ്തത്? ഇതിന്റെ വൈലേഷനിൽ ഗോപാലകൃഷ്ണൻ ചെയ്തത് എന്താ? ഒരു കാര്യം പറയും.
എനിക്ക് ആ ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ ഇട്ട ആ വീഡിയോ കാണിക്കണമെന്നുണ്ട്, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു സ്ഥാനാർത്ഥിയാണ്, നിങ്ങളൊരു അമ്പലത്തിൽ പോയി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം പറയാം. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് ആർച്ചീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആണ്. അദ്ദേഹം കഴിഞ്ഞ തവണ തൃക്കണ്ണാപുരത്ത് ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് ഒരു ചർച്ചിൽ അവിടെ പോയി ഈ പറയുന്ന അനുഗ്രഹം വാങ്ങുന്ന വീഡിയോ അന്ന് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി പോയപ്പോൾ അവിടെ നിന്ന് ഇത് കിട്ടി, ബ്ലെസ്സിങ്സ് കിട്ടി. ആ ബ്ലെസ്സിങ്സ് വാങ്ങുന്നതും തിരിച്ച് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ മൈൻഡ് കുറേ അധികം റിഫ്രഷായി, അത് എനിക്ക് കുറച്ച് കൂടുതൽ പ്രചോദനം തരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൻ്റെ വയലേഷനാണ്. അതിനപ്പുറം എന്താണ്? അല്ല, അതിനപ്പുറം അതിലൊരു നല്ല കാര്യമല്ലേ ഇവിടെ ഹിന്ദു MLA ഗുരുവായൂർ ഇല്ല എന്ന് പറയുന്നത്? ഹിന്ദു MLA ഗുരുവായൂരുണ്ടോ? ഹിന്ദു MLA ഗുരുവായൂരിൽ ഇല്ലാത്തതാണോ പ്രശ്നം? ഇല്ലാന്ന് ഒരു സാധനം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണോ? എനിക്ക് മനസ്സിലായില്ല. ഇല്ലാത്ത കാര്യം ഇല്ല എന്നല്ലാതെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? അല്ല, അത് ഫാക്ച്വലി അത് കറക്റ്റ് ആയിരിക്കും. അതിന് മുൻപ് എനിക്ക് തോന്നുന്നു 60കളിലും 70കളിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന ലോക 1960 KG കരുണാകരൻ മേനോനും 70 ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ താങ്കൾ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇടത് വലത് മുന്നണികൾ, ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, അവിടെ ഒരു ഹിന്ദു നാമധാരി അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് അമ്പല കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിലേക്കോ അല്ലല്ലോ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അത് ഇപ്പം അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. BJPയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക വന്നു, അതിലെന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിട്ട് നന്ദുവിന് തോന്നിയോ? ഞങ്ങൾക്ക് ഒരുപാട് അഭ്യസ്ത വിദ്യരായിട്ടുള്ള, അതുപോലെ തന്നെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള, കഴിവുള്ള, വികസനം നടത്താൻ പ്രാപ്തിയുള്ള, അഴിമതിക്കാരല്ലാത്ത, കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകരും ഇത്തവണ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അതിനപ്പുറം വലിയൊരു കാര്യമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്കൊരു കാര്യം തോന്നി. ഞാൻ അതിപ്പോ B ഗോപാലകൃഷ്ണൻ ഈ കേസ് എടുത്തതിന് ശേഷം എടുത്ത് നോക്കുമായിരുന്നു. 140 മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ ഘടകകക്ഷികൾക്കൊപ്പം ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തി. നിങ്ങൾക്കൊരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു മുസ്ലിം ആളെയും കിട്ടാഞ്ഞിട്ടാണോ? അല്ല, കേരളത്തിൽ ഞങ്ങൾക്ക് മുസ്ലിം സ്ഥാനാർത്ഥി. തിരിച്ച് നന്ദു എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ല എന്നുള്ളത്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് BJPയുടെ 140 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ നിങ്ങൾക്ക് ഒരു മുസ്ലിം മതവിശ്വാസം ഇല്ലാത്തത്? അല്ല, എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഒരു സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു കൗൺസിലർ ഇലക്ഷനിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി. അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം അതിനാണ് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നുള്ളതായിരുന്നു നിങ്ങളുടെ എല്ലാ ഇഷ്യൂ. നിങ്ങളെല്ലാവരും ആ പറയുന്ന സ്ഥാനാർത്ഥിയോട് പോലും പെക്യുലറായി ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ട് മുസ്ലിമായിട്ടും BJPയിൽ നിങ്ങൾ മത്സരിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങളെല്ലാ സ്ഥാപനങ്ങളും, ഞാൻ ഒരു മാധ്യമമല്ല, എല്ലാ മാധ്യമങ്ങളും. അപ്പോൾ അവർ പറഞ്ഞു, അതെന്താ ഒരു ദേശീയവാദിയായ മുസ്ലിമിന് BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അവർ മത്സരിച്ചു, അവർ ജയിച്ചു, അവർ ഇന്ന് കൗൺസിലറായിട്ടിരിക്കുന്നു. അപ്പോൾ അവരെയും മത്സരിപ്പിച്ചത് ഈ പാർട്ടിയല്ലേ? ഈ പാർട്ടിക്ക് അങ്ങനെ നല്ല കാര്യം ഞാൻ ചോദിച്ചത്, അത് കൗൺസിൽ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഉടനീളം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, 140 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നിങ്ങൾ ഹിന്ദു, എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിൽ മതവും ജാതിയും നോക്കിയിട്ടല്ല വോട്ട്. കേരളത്തിൽ ആരും അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഗുരുവായൂരിൽ ഹിന്ദു MLA ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കിട്ടാഞ്ഞിട്ടാണോ? അതിന്റെ ക്ഷാമമുണ്ടോ? ഞങ്ങൾ ഗുരുവായൂരിൽ ഹിന്ദു MLA ഇല്ലേ എന്നല്ല ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞത് ഗുരുവായൂർ പോലുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ഹിന്ദു ആരാധനാലയം സ്ഥിതി കൊള്ളുന്ന ഒരു സ്ഥലത്ത്. ആങ്കർ, താങ്കൾ ഒരു കാര്യം ചെയ്യും, ഞാൻ മിണ്ടാതിരിക്കാം. താങ്കൾ എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് തീർന്നിട്ട് ഞാൻ മറുപടി പറയാം. ഞാൻ ഒരു ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞ് തീർത്താലല്ലേ താങ്കൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ എന്ന് പറയുന്ന ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിലവിൽ ഈ പറയുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള MLA അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു MLA ഉണ്ടായിട്ടില്ല, ഹിന്ദു MLA ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു എററും ഇല്ല. അദ്ദേഹം പറഞ്ഞു നിലവിലില്ല എന്നുള്ള കാര്യം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇല്ല എന്ന് നിങ്ങൾ പറയും. ഞാൻ 147 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ ഞാൻ 140 സീറ്റുകളിലും ഞാനിത് ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പോയിട്ടില്ല. ഇനി കഴിഞ്ഞ തവണ ഞങ്ങൾ അബ്ദുൾ സമദ് സാറിനെ, നമ്മുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റിനെ ഞങ്ങൾ മത്സരിപ്പിച്ചിരുന്നു മലപ്പുറത്ത്. അന്ന് നിങ്ങളാരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലല്ലോ.
അപ്പം മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടോ? മറ്റു മണ്ഡലങ്ങളിൽ പറഞ്ഞോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരി, ആ വ്യക്തിയെ മാത്രമല്ലല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് BJP ആണ് ഏറ്റവും വലിയ കക്ഷി. ആ BJP ഏറ്റവും വലിയ കക്ഷിയായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. പക്ഷേ ഈ നാട്ടിൽ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു പരത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്താ, മുസ്ലിം ജനവിഭാഗത്തെ ഒന്നാകെ കൂട്ടക്കൊല ചെയ്യാനാണ് നരേന്ദ്രമോദി വരുന്നതെന്നൊക്കെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇവിടുത്തെ ഇന്ത്യ മുന്നണി തെരുവോരങ്ങളിൽ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം സഹോദരികളുടെ പ്രശ്നം മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്ത നരേന്ദ്രമോദി ഒരു ഹിന്ദുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഇല്ല. ഹിന്ദുവിന്റെ ആവശ്യം പറയാൻ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കണമെന്നുമില്ല, മുസ്ലിമിന്റെ ആവശ്യം പറയാൻ മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കണമെന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ, അവിടെ ആർക്കാണ് സീറ്റ്? നിങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്ന് വിചാരിക്കുക. CPM-ന്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചു. ഒരു അമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അത് ഏത് പാർട്ടിയിൽ നിന്നായാലും ജയിച്ചവിടെ വരുന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവും, ആ ക്ഷേത്ര നഗരിക്ക് പുരോഗതി ഉണ്ടാവും. ഒന്ന്. രണ്ട്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, KM ഷാജിയുടെ രാഷ്ട്രീയം, മതമാണ് സർവ്വവും എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ പേറുന്ന ഒരാൾ, അത് മുസ്ലിമിലായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ, ആ രാഷ്ട്രീയം പേർന്ന മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും അവിടെ ജയിച്ചത് കൊണ്ട് ഗുണമുണ്ടോ? ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാക്കി അല്ല ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളുടെ ചോദ്യം, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് കൊണ്ടോ ഈ പറയുന്ന മതമാണ് CPM പറഞ്ഞിട്ടില്ലെന്നോ? അത് താങ്കളുടെ വലിയ അജ്ഞതയാണ് കേട്ടോ. അത് കാരണം CPM-നെ കുറിച്ച് താങ്കൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സിമ്മന്റ് സ്വാമി എന്ന് ശ്രീനാരായണ ഗുരുദേവനെ വിളിച്ചതാരാ? ആരാ? പഴയ ചരിത്രം അത് പറയുമ്പോൾ മാത്രം ഒരു പഴയ ചരിത്രത്തിലേക്കുള്ള പോക്കെന്താ? പോട്ടെ, നമുക്ക് അടുത്ത ചരിത്രം, തൊട്ടടുത്ത ചരിത്രം പറയാം. കണ്ണൂർ ജില്ലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ട് പോയ പാർട്ടി ഏതാ? ശോഭായാത്രയിൽ. പറയും. നമുക്ക് അടുത്ത ചരിത്രം, തൊട്ടടുത്ത ചരിത്രം. അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നല്ല, അത് തെറ്റാണെങ്കിലെന്നല്ല, തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങളെ പോലെയുള്ള പൊതുസമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവണ്ടേ? അതെന്താ അവിടെ വരുമ്പോൾ മാത്രം ഒരു ആണെങ്കിൽ അതുകൊണ്ടാണെങ്കിലല്ല ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞത് അവിടെ ഒരു ഹിന്ദു MLA ഇല്ല എന്നുള്ളത് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ അവിടെ വർഗീയമായിട്ടാണ് കണ്ടത്. ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, CPM-ന്റെ ഒരാൾ അവിടെ ജയിച്ചു വന്നത് കൊണ്ട് ആ ക്ഷേത്ര നഗരിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല. കാരണം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറയുന്ന CPM-കാരൻ ജയിച്ചു വന്നാൽ ആ ക്ഷേത്ര നഗരിക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവും? എന്റെ ചോദ്യം റിലവന്റ് അല്ലേ? തിരിച്ച് മതമാണ് ഞങ്ങൾക്ക് സർവ്വവും എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ജയിച്ചു വന്നാൽ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവും? താങ്കൾ പറഞ്ഞ ആർഗ്യുമെന്റ് ഞാൻ വിശ്വസിച്ചു. എനിക്ക് വിശ്വാസമില്ല. താങ്കൾ പറഞ്ഞത് ഞാനത് മുഖവിലേക്ക് എടുക്കുന്നു. റാന്നി ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. നിങ്ങളുടെ കാൻഡിഡേറ്റ് ആരാണ്? അതല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അല്ല, ഞാൻ ചോദിക്കുകയാണ്. ശബരിമല ഒരു വിഷയമാണല്ലോ. റാന്നിയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ആരാണ്? അല്ല, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാം, കേട്ടോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, നരേന്ദ്രമോദി മുസ്ലിം അല്ല. പക്ഷെ മുത്തലാഖ് എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകളെ ബന്ധിച്ചിടുന്ന ഒരു വലിയ കുരുക്കിൽ നിന്ന് ആ സ്ത്രീ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളെ രക്ഷിച്ചെടുത്ത് നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണോ അവിടെ ഉള്ള ആൾക്ക് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിനാണ് റിലവന്റ് ആയിട്ട് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ മറുപടി പറയേണ്ടത്. അങ്ങനെ അല്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന ഒരാൾ, ഒരു കക്ഷിയുടെ നേതാവ് അവിടെ ജയിച്ചു വന്നതുകൊണ്ട് ആ നഗരത്തിന്, ആ പ്രദേശത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇപ്പുറത്ത് SDPIയുടെ വോട്ട് ഒളിഞ്ഞും തെളിഞ്ഞും വാങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുകർന്നിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA അവിടെ ജയിച്ചു വന്നതുകൊണ്ട് ആ നാടിന് എന്താണ് പുരോഗതി? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ ആ രാഷ്ട്രീയത്തെ നിങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ട് നിങ്ങളൊരു വർഗീയ ചോയോടുകൂടി ആ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്, ഞങ്ങളുടെ അല്ല. അത് മനസ്സിലാക്കാനുള്ള പൊതുബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ PM മാർഷോ, മറുപടി. മറുപടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ എന്നുള്ളതല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ എല്ലാ ഘട്ടത്തിലും സമൂഹത്തിനകത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയും
നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനസംഖ്യയുടെ ശതമാനം പറഞ്ഞുകൊണ്ട് ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇവരുടെ തലമുതിർന്ന നേതാക്കൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു വേർഷനാണ് BJP നേതാവ് ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഗുരുവായൂർ കണ്ടത്. അവരോട് ഈ ഘട്ടത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഈ നിരക്കുള്ള വർഗീയതയുടെ വിത്ത് പാകിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനവും കേരളത്തിനകത്ത് ഏൽക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള ചുട്ട മറുപടി തരും എന്നുള്ളതാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. 2, BJPയുടെ കാലാകാലങ്ങളായിട്ടുള്ള ശീലമാണ് അവരുടെ ഈ പറഞ്ഞ പോലെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഇന്ന് ഈ ചർച്ചയ്ക്കകത്ത് BJPയുടെ പ്രതിനിധി സൂചിപ്പിക്കുന്നത് കേട്ടു, ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് ഏതോ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ പറഞ്ഞു എന്നുള്ളത്. ഞാൻ ഈ വർത്തമാനം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് 2-3 സെക്കൻഡ് കൊടുക്കുന്നതിന് വേണ്ടി അവതാരകയോട് അഭ്യർത്ഥിക്കുകയാണ്, ഏത് ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. മറുപടി ആർഷോ, ആ ബുദ്ധി കൊള്ളാം. ഞാൻ ചോദിച്ച മറ്റു 2 കാര്യങ്ങൾ കൂടി എന്താ ആർഷോ പറയാത്തത്? ആർഷോ, നിങ്ങളുടെ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിങ്ങൾ തെരുവോരങ്ങളിൽ 1980കളിലും അത് 90കൾക്ക് മുൻപ് വരെ അല്ലെ പറഞ്ഞോട്ടെ എന്തിനാ എത്ര വിഷമം നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങുമ്പോ? നിങ്ങൾ തെരുവിൽ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യമാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം. അത് അങ്ങയോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയല്ല പറഞ്ഞത്. അങ്ങയുടെ മിനിറ്റുകൾ എടുത്ത് വിശദീകരിച്ചു. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് നേതാവാണെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന നേതാവെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു നേതാവിന്റെ പേരും പറഞ്ഞില്ല. ഞാൻ ഒരു നേതാവെന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. 1980കളിൽ നിങ്ങൾ ഈ തെരുവിൽ വിളിച്ച മുദ്രാവാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഒരണുവിട മാറാതെ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇനി കേട്ടോ ആർഷോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എല്ലാം കേട്ടതാണോ? അല്ല ആർഷോ, ഞാൻ വായിച്ചറിഞ്ഞോണ്ടാണല്ലോ പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആർഷോ. ശബരിമല ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട്, നിലയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? ആർഷോക്ക് അറിയോ ആർഷോ? ഞാൻ ചോദിച്ച ഞാൻ ആർഷോയിലേക്ക് വരാം. നന്ദു, ഇവിടെ ആർഷോന്റെ സമയമാണ്. അതിൽ ആർഷോ നന്ദുവിനോട് വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നന്ദു പറഞ്ഞ ഞാൻ ആ ക്വസ്റ്റ്യൻ ഉത്തരവും പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു. 1980കളിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവോരങ്ങളിൽ പ്രസംഗിച്ചതും മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം അത് കേരളത്തിലെ 100 കണക്കിന് ജനസമൂഹങ്ങളുടെ ഇടയിൽ ഇന്നും അത് വിഷമത്തോടു കൂടി തന്നെയാണ്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. ശബരിമല ഈ പറയുന്ന കാര്യത്തിൽ ഒരു നിലപാട് തിരുത്തലുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജഞ്ചലമായ നിലപാടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടുകൾ ഈ പറഞ്ഞ നിലപാടുകളാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്നുള്ള നിലപാട്, സിമന്റ് സ്വാമി എന്ന് പറഞ്ഞ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ അധിക്ഷേപിക്കൽ, ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവ സ്വാമിയുടെ കഴുത്തിൽ ഈ പറയുന്ന കുരുക്കിട്ടുകൊണ്ട് ശോഭയാത്ര നടത്തുക, അതുപോലെ തന്നെ
ഈ പറഞ്ഞ ഷംസീർ എന്ന് പറയുന്ന കേരളത്തിന്റെ ആരാധനായിട്ടുള്ള സ്പീക്കർ ഗണപതി വിത്താണെന്ന് പറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗണപതി ഹോമം നടത്തിയ പാർട്ടി സഖാക്കളെ പുറത്താക്കുക, ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനം വേണമെങ്കിൽ ഞാൻ പറയാം, ഈ പറയുന്ന ശബരിമല സമയത്ത് ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായി ഇവിടുത്തെ ഭക്തജനങ്ങൾ തെരുവിൽ നിന്നപ്പോൾ ആ തെരുവിൽ നിന്നവരെ അധിക്ഷേപിക്കുക മാത്രമല്ല സ്ത്രീകളെ ഉൾപ്പെടെ നിങ്ങൾ ഈ നാട്ടിൽ വളരെ ബലപ്രയോഗം ഒരു സുപ്രീം കോടതി വിധിക്കകത്തും ബലപ്രയോഗത്തിലാണ് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഭക്തരല്ലാത്ത യുവതികളെ നിങ്ങൾ ബാക്ക് ഡോറിലൂടെ കയറ്റണമെന്ന് സർക്കാരിന് വിധി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ബാക്ക് ഡോറിലൂടെ ഒരു നിലപാട് തന്നെയാണ്, അതിൽ മാറ്റമില്ല. പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി എനിക്ക് പറഞ്ഞ കാര്യങ്ങളിൽ ആരാണ് പറഞ്ഞതെന്ന് പറയൂ, പേര് പറയൂ, എവിടെ പറഞ്ഞെന്ന് പറയൂ, എവിടെ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ, ഏതെങ്കിലും പറയൂ. അല്ലല്ല ആര്യ, ഞാൻ പറഞ്ഞല്ലോ പേര് പറയുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ ചോദിക്കട്ടെ, കമ്പ്യൂട്ടർ വൽക്കരണം കേരളത്തിൽ വേണ്ട. ആര്യ എന്റെ ചോദ്യം ഒരു കാര്യം ഞാൻ പറയുന്ന കേൾക്കണം. ഞാൻ പറയുന്ന കേൾക്കണം. ഇവർ ഓരോ തവണയും പറയുന്ന പല നിലപാടുകളും യുവതീ പ്രവേശനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ്. ശരി, ആർഷോ പറയൂ. ചോദിച്ച ചോദ്യത്തിന് മുഴുവൻ കേൾക്കണ്ടേ ആർഷോ? അപ്പൊ ബിജെപിയുടെ ഒരു പച്ചക്കള്ളം. പൊന്നു സഹോദര അങ്ങയുടെ പ്രസംഗം ഞാൻ കേട്ടു. ഇനി ബാക്കി എന്റെ അവസരം ഞാൻ പറഞ്ഞോളട്ടെ. നിങ്ങൾക്ക് ഇനി അവസരം വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നൽകിയ സമയത്ത് ചോദിച്ച ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരമല്ലല്ലോ, ബാക്കി ഞാൻ പറഞ്ഞോളട്ടെ. അപ്പൊ ബിജെപിയുടെ പ്രതിയെ സംബന്ധിച്ച് ഇതോടെ പുതിയ കാര്യമല്ല. പലയാവർത്തി ഇത്തരം നുണകൾ മാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞ നേതാവ് ആരാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. 80കളിൽ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ മുദ്രാവാക്യം 80ൽ വിളിച്ചത് ഇദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹം അത് വായിച്ചു എന്ന് പറഞ്ഞു. ഏത് പുസ്തകത്തിൽ വായിച്ചു, ആരെഴുതിയ പുസ്തകത്തിൽ വായിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉത്തരമില്ല. എന്നിട്ട് അങ്ങോട്ട് കെട്ടെന്ന് പുകമറ സൃഷ്ടിക്കേണ്ട ഒരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ വാചകം ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകും എന്നുള്ള വാചകം കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രയോഗിച്ച ആളുടെ പേര് സി കേശവൻ എന്നാണ്. അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം കേരളത്തിന് പൊതുസമൂഹം പല ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാർ അത് കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാർത്തി തരാൻ നിന്നാൽ തൽക്കാലം അത് വാങ്ങിപ്പോകാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കള്ളങ്ങളും വർഗീയ ധ്രുവീകരണത്തിലൂടെയും ഈ നാടിനകത്തെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ലാഭം കൊയ്യാം എന്ന് ബിജെപിയുടെ സ്ഥാനാർത്ഥികളോ ഇദ്ദേഹത്തെ പോലുള്ള സംഘപരിവാരത്തിന്റെ നേതാക്കളോ കരുതുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് കേരളമാണ്. കേരളത്തിലെ മനുഷ്യരെ സംബന്ധിച്ച് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള, നല്ല ബോധ്യമുള്ള, നല്ല ധാരണയുള്ള, നല്ല ചിന്താശേഷിയുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ആ മനുഷ്യർ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. ആ മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിലും മുൻകാലങ്ങളിൽ എന്നതുപോലെ തന്നെ സംഘപരിവാരത്തിന്റെ ഈ നികൃഷ്ട തലച്ചോറുകളെ അകറ്റി നിർത്തുക തന്നെ ചെയ്യും എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. ഇനി സ്വാഭാവികമായും അങ്ങ് നേരത്തെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ശ്രമങ്ങൾ, ചില വാദങ്ങൾ, അവർ ഡീൽ ആരോപിക്കുകയാണ്. അവർ ഇടതുപക്ഷം സംഘപരിവാറുമായി ഡീൽ ഉണ്ടാക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് വിടുന്നുണ്ട്. ആ പെടാപ്പാട് നമ്മൾ ആദ്യം കാണുന്നത് പാലക്കാട് വെച്ചാണ്. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതിന് വിവിധ കാരണങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, തൊട്ടു മുൻപത്തെ പാലക്കാട് MLA-ക്ക് മാസങ്ങൾ മാത്രമാണ് ആ നിയോജക മണ്ഡലത്തിനകത്ത് MLA ആയിരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. വലിയ കോലാഹലങ്ങളോടെ, വലിയ കൊട്ടിഘോഷിക്കലോടുകൂടി കോൺഗ്രസ് പാലക്കാട്ടെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചയാൾ, അദ്ദേഹത്തിന്റെ ചെയ്തികളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. ആ മണ്ഡലം
കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന മണ്ഡലം, ആ മണ്ഡലത്തിനകത്ത് വലിയ പരാജയ ഭീതി കോൺഗ്രസിനും അതിന്റെ നേതൃത്വത്തിനും പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുമുണ്ട്. അങ്ങനെ കോൺഗ്രസിന് വിരുദ്ധമായ ഒരു അന്തരീക്ഷം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞങ്ങളല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നതായിട്ടുണ്ട്. അതിന്റെ കാരണം കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ സരിൻ നിന്നപ്പോൾ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ നേതാക്കളെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ BJP വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം CPM അറിയാത്തതല്ലോ, നിങ്ങൾ 3-ാം സ്ഥാനത്താണെന്ന കാര്യം അറിയാത്തതല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോയില്ല എന്നൊരു ചോദ്യമില്ലേ അവിടെ? ഇല്ല ആര്യ, ഞങ്ങൾ ഏറ്റവും കടുത്ത രാഷ്ട്രീയ മത്സരം അത് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ മത്സരമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾ സൂചിപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം, അതിനകത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായ നില പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്തുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന 2025 ഏറ്റവും അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് അവിടെ നേടാൻ വേണ്ടി കഴിഞ്ഞത് 49,741 വോട്ട് മാത്രമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 43,802 വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആ മണ്ഡലത്തിനകത്ത് വോട്ട് പരിശോധിച്ചാൽ 2-ാം സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് BJP വല്ലാതെ പുറകോട്ട് പോകുന്ന വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുന്ന കാഴ്ചയാണ് തദ്ദേശത്തിൽ ഉണ്ടായിട്ടുള്ളത്. 37,902 വോട്ട് മാത്രം. ആ ബേസിനകത്ത് നിന്നുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങളും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസും തമ്മിൽ കേവലം 6,000 വോട്ടിന്റെ മാത്രം ഡിഫറൻസ് ആണ് നിലവിൽ ആ മണ്ഡലത്തിനകത്തുള്ളത്. സ്വാഭാവികമായും പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്തുള്ള പാലക്കാട്ടെ ജനങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള പാലക്കാടിന്റെ വികാരമായി നിൽക്കുന്ന ഒരു പരിചയപ്പെടുത്തലിന്റെയും സാഹചര്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ പ്രിയപ്പെട്ട റസാഖിക്കായി ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതോടുകൂടി സഖാവ് റസാഖിനെ ആ മണ്ഡലത്തിനകത്തൊരു 3,000-ന് മുകളിൽ വോട്ട് അധികമായി കണ്ടെത്തിയാൽ വളരെ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് പാലക്കാട് മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷത്തിന് എത്താൻ വേണ്ടി കഴിയുമെന്ന നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അധികം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് അതീതമായുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരി, ശ്രീ മുഹമ്മദ് ഷമാസ്, ആദ്യം KC വേണുഗോപാൽ, അത് കഴിഞ്ഞ് VD സതീശൻ, ഇങ്ങനെ പാലക്കാട് മാത്രമല്ല മറ്റിടങ്ങളിലുമൊക്കെ ഈ BJP CPM ഡീലുണ്ട് എന്ന് ആരോപിക്കാനുള്ള കാരണം എന്താ? ഓരോ ദിവസം കഴിയുമ്പോഴും ഡീലുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കോൺഗ്രസ് കൂട്ടുകയാണ്. എന്താണ് അതിന് പിന്നിൽ? ഇവിടെ വളരെ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ യഥാർത്ഥത്തിൽ എന്താണോ ചർച്ച ചെയ്യപ്പെടേണ്ടത് അത് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതും വളരെ കൃത്യമായി ആസൂത്രിതമായി തന്നെ വർഗീയ വിദ്വേഷങ്ങൾ പരത്തുന്ന രീതിയിൽ മതവും മതപരമായ ചേരിതിരിവും ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കേരളം പോലുള്ള സംസ്ഥാനത്തെ, പ്രബുദ്ധമായൊരു സംസ്ഥാനത്തെ, സുപ്രധാനമായൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ മാറ്റുന്നതിന് പിന്നിൽ കൃത്യമായ ചില ഈ പറഞ്ഞ അജണ്ടകളും ഈ പറഞ്ഞ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളും പ്രവർത്തിക്കുന്നുണ്ട്. കേവലം ഒരു യാദർശികമായ പ്രസ്താവനയായിട്ട് ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയോ അദ്ദേഹത്തിൻ്റെ പ്രതികരണമോ അദ്ദേഹത്തിൻ്റെ പരാമർശമോ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയില്ല. വളരെ കൃത്യമായി ആസൂത്രിതമായ ഒരു ചർച്ച ഉണ്ടാക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ പരാമർശങ്ങളൊക്കെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നതും അതിനനുസരിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു, വിവാദങ്ങൾ ഉയർന്നു വരുന്നു. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ വളരെ ആധികാരികമായി തന്നെയാണ് CPM BJP ഡീലുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞത്. വളരെ കൃത്യമായ വിവരങ്ങളുടെയും അത് സാധൂകരിക്കുന്ന ഇത്തരം ചില തീരുമാനങ്ങളെയും പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ചില തീരുമാനങ്ങൾ കൂടെ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് പ്രകടമായി തന്നെ മനസ്സിലാകുമ്പോൾ അത് തുറന്നു പറയാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും? കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഉൾപ്പെടെ ഇതേ മാതൃഭൂമിയുടെ ഫ്ലോറിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ PM ശ്രീ ആണെങ്കിലും മറ്റ് നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും CPM നേതാക്കളും
അവരുടെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും, അത് പിണറായി വിജയന്റെ ലാവലിംഗ് കേസ് മുതൽ ഇങ്ങോട്ട് കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ CPM നേതാക്കളെ രക്ഷപ്പെടുത്താനും അവർക്ക് വേണ്ടിയുള്ള പരസ്പര ചില ഡീലുകൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മളെല്ലാം പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ടാണ്, അതിൻ്റെ ഒരു ഫൈനൽ രൂപത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ പറയപ്പെട്ട സീറ്റുകളിലെ അന്തർധാരകൾ മുന്നോട്ട് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരവസ്ഥാവിശേഷത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്? പിണറായി വിജയനെ സംബന്ധിച്ച് ഇനി ആരെ എന്ത് സമീപനം സ്വീകരിച്ചിട്ടാണെങ്കിലും കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്നൊരു ചിന്തയ്ക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മറ്റൊന്നുമില്ല. അതിനേത് വർഗീയവാദികളുമായി കൂട്ടുകൂടും, അതിനേത് വർഗീയ പ്രസംഗകരെയുമായി ചേർന്ന് നിൽക്കും, അതിനെന്ത് തരം താണ നിലവാരമില്ലാത്ത വർത്തമാനവും പിണറായി വിജയനും കൂട്ടാളികളും ഈ പറഞ്ഞ CPM നേതാക്കളും പറയും. അത് ഓരോ ദിവസവും കൃത്യമായി പ്ലാൻ ചെയ്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏത് രീതിയിൽ നടപ്പിലാക്കണമെന്ന് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് പോലെ തന്നെ പൊതുജനങ്ങൾക്കും സാമാന്യ യുക്തിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്കും ബോധ്യപ്പെടുന്നു. അതല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്പേസിനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയാണ് CPM ഒരു വശത്ത് ചെയ്യുന്നത്. BJP സാധാരണഗതിയിൽ BJPയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും അവരുടെ രാഷ്ട്രീയ നിലപാടിൻ്റെയും അവരുടെ പ്രതികരണങ്ങളുടെയൊക്കെ ഭാഗമായി മുൻപ് കാണിച്ച രീതി തന്നെ തുടരുന്നു. ഏതെങ്കിലും രീതിയിൽ BJPയിൽ നിന്ന് വിശാലമായ മതേതര കാഴ്ചപ്പാടോ ജനാധിപത്യ ബോധമോ ഈ പറഞ്ഞ മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു സെക്കുലർ മനോഭാവമൊന്നും BJPയിൽ നിന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വീകരിച്ചിരുന്ന നടപടികൾ എന്താണോ, അവർ വിദ്വേഷ പ്രശ്നങ്ങൾ നടത്തി, വർഗീയ പരാമർശങ്ങൾ നടത്തി, ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതിനാവശ്യമായ പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ ഈ രാജ്യത്ത് മുഴുവനും വേണം നമ്മുടെ മതത്തിലുള്ള ആളുകൾക്ക് നന്നാവാൻ എന്ന് പറഞ്ഞ KM ഷാജി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് വേങ്ങരയിൽ. അല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഞാൻ KM ഷാജിയുടെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ നിരവധി തവണ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ താങ്കൾ ഉൾപ്പെടെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഗുരുവായൂരിലെ വിഷയത്തിൽ തന്നെ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നത്? മതം തിരിഞ്ഞ് ആണോ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്? ഈ പറഞ്ഞ അവർക്ക് വോട്ട് ചെയ്യുന്നതും ഈ പറഞ്ഞ BJP സ്ഥാനാർത്ഥികളാണെങ്കിൽ BJP താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, എത്രയോ BJPയിലെ ഈ പറയപ്പെട്ട വിഭാഗത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള നേതാക്കളുണ്ട്, അതല്ലാത്ത വിഭാഗങ്ങളിലുള്ള നേതാക്കളുണ്ട്. എന്തുകൊണ്ട് അത്തരമൊരു ധ്രുവീകരണത്തിനുള്ള വേദിയായി ഈ തെരഞ്ഞെടുപ്പ് മേഖലയെ മാറ്റുന്നു? അടിസ്ഥാനപരമായി നിരവധി വിഷയങ്ങൾ ഇവിടെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കേണ്ടി വരുന്ന, ജനങ്ങൾ വലിച്ച് താഴെ ഇറക്കുന്ന, അധികാരത്തിൽ നിന്ന് പിണറായി വിജയനെയും കൂട്ടരെയും താഴെ ഇറക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോകാനുള്ളൊരു ഡീലാണ് ഒന്ന്. അത് ഈ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളാണെങ്കിലും, അത് ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും പൊതുവായ വിഷയങ്ങളാണെങ്കിലും, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെതാണെങ്കിലും, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ വിഷയങ്ങളെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അതെല്ലാം ചർച്ചകളിൽ നിന്ന് അപ്രസക്തമാക്കിക്കൊണ്ട് ശ്രീ എസ് നന്ദു, നേരത്തെ താങ്കൾ പറഞ്ഞു ഒരു ഹിന്ദു MLA എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ കാരണം ഗുരുവായൂർ ക്ഷേത്രം ആ മണ്ഡലത്തിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഹിന്ദു MLA എന്നുള്ളൊരു ആവശ്യമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് നമുക്കറിയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ വിഷയമായിരുന്നു ശബരിമല. അത് പല തലങ്ങളിൽ, യുവതീ പ്രവേശം മുതൽ ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം, അങ്ങനെ പല രീതിയിൽ പല വിഷയങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരള സമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട്. ആ സമയത്ത് നമുക്കറിയാം സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ കോന്നിയിലും മഞ്ചേശ്വരത്തും വന്ന് മത്സരിച്ചതാണ്. ആ സമയത്ത് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലമാണ് കോന്നി. ആ കോന്നി എന്തിനാണ് നിങ്ങൾക്ക് BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്താഞ്ഞത്? അതിനകത്ത് ഞങ്ങളൊരു മുന്നണി രാഷ്ട്രീയത്തിനകത്താണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ പല സീറ്റുകളും CPM ഇപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ, പാലക്കാട് ഇപ്പോൾ താങ്കൾ തന്നെ എക്സാമ്പിളായി ചോദിച്ചു, ആർഷോട് ചോദിച്ചിട്ട് ആർഷോ വളരെ സമർത്ഥമായി അദ്ദേഹം പറഞ്ഞത് എന്താണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് നിന്ന ഒരു സീറ്റ് ഒരു സ്ഥാനാർത്ഥിയെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ നിർത്താൻ പറ്റാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ CPM. അപ്പോൾ CPM എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നയം എടുത്തത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കാത്തത് എന്താ? തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെയല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിർത്താത്ത എന്തെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞത്. 2ാം സ്ഥാനത്ത് വന്നിട്ടും അപ്പോൾ തിരുവനന്തപുരം 3ാം സ്ഥാനത്താണ് അവിടെ. അല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ശ്രീ കരമന സുധീർ അദ്ദേഹം മത്സരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റാണ്.
വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ മാത്രമുണ്ടായിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് അത് ഏറ്റെടുത്ത് CPM സ്വന്തം സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ നിർത്താൻ സാധിക്കുന്ന സ്ഥലമാണ്. എന്തുകൊണ്ട് നിർത്തിയില്ല? അതുപോലെ തന്നെ കോൺഗ്രസിനും ഇതുപോലെ നിരവധിയായ സീറ്റുകൾ പറയാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ബേപ്പൂർ എന്തിനാണ് കോൺഗ്രസ് ഈ പറയുന്ന നമ്മുടെ PWD മിനിസ്റ്റർ PA മുഹമ്മദ് റിയാസിനെതിരെ എന്തുകൊണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തിയില്ല എന്ന ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാം. അല്ല, PV അൻവർ MLA ആയിരുന്നു എന്നുള്ളതല്ല. PV അൻവറിന്റെ രാഷ്ട്രീയമല്ല ഞാൻ ചോദിച്ചത്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിൽ 5 ആളെ തികച്ചെടുക്കാനില്ലാത്തൊരു പാർട്ടിക്ക് എന്തിനാണ് സീറ്റ് കൊടുത്തതെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങളത് ചോദിക്കില്ല. കാരണം ഒരു മുന്നണിക്കകത്ത് ആർക്ക് എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ മുന്നണിയാണ്. UDF പിന്തുണയാണ് മത്സരിക്കുന്നത്. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നേ? റിയാസ് പരാജയപ്പെടുന്നതിന് നിങ്ങൾ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ചോദിച്ചത് റിയാസ് പരാജയപ്പെടുന്നില്ല, എന്തുകൊണ്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്താത്തതെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ പിന്നെ എന്നോട് ആ ചോദ്യം നിങ്ങൾ റാന്നിയിൽ ചോദിച്ചാൽ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, PV അൻവർ ഒരു MLA ആയിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ അതുപോലത്തെ ഒരുപാട് സീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു സീറ്റ് 2 സീറ്റ് എന്നല്ല. VS ശിവകുമാർ ജയിച്ച തിരുവനന്തപുരത്ത് ഈ പറയുന്ന നമ്മൾ സംസാരിക്കുന്നത് അല്ല, ശബരിമല ക്ഷേത്രം നിൽക്കുന്ന റാന്നിയെ കുറിച്ചാണ്. അവിടെ തോമസ് കെ സാമുവൽ ആണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. ആ തോമസ് കെ സാമുവൽ എന്നോട് ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു, ശബരിമല ഈ മണ്ഡലത്തിൽ ഒരു വിഷയമാകുമോ എന്ന്. ഇല്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി. അവസാനം ഇന്ന് കുമ്മനം രാജശേഖരൻ തിരുത്തേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നത്, BJPക്ക് ശബരിമല ഒരു വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും. പിന്നെ അത് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. അതായത് BJPക്ക് ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. BJPക്ക് ശബരിമല എല്ലാ കാലത്തും ഒരു വിഷയമാണ്. അത് ശബരിമലയിലെ യുവതീ പ്രവേശനമായാലും ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്തായാലും ശബരിമലയ്ക്കെതിരായിട്ട് നടക്കുന്ന ഏത് തരത്തിലുള്ള ചൂഷണങ്ങളും, അത് വിശ്വാസത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവിടുത്തെ സ്വത്തുക്കൾ കട്ടെടുത്തുകൊണ്ട് പോകുന്ന ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഞങ്ങൾക്കതെന്നും ഒരു വിഷയമാണ്. അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. അതൊരു കേവലമായ തെരഞ്ഞെടുപ്പ് വിഷയമല്ല. അത് എല്ലാ കാലത്തും ഞങ്ങളുടെ വിഷയമാണ്. അത് ശബരിമല മാത്രമല്ല, അത്തരം വിശ്വാസി ധ്വംസനങ്ങൾ നടക്കുന്ന, വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന, വിശ്വാസ പ്രമാണങ്ങളുടെ മറപറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ബാക്ക്ഡോറിലൂടെ സമ്പത്ത് കൊള്ള ചെയ്യുന്ന ഏത് രാഷ്ട്രീയമാണെങ്കിലും ആ രാഷ്ട്രീയത്തിന് ഞങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുണ്ട്. അതിനെതിരായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് ഒരു കേവലമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല. അവിടെയാണ് നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്കത് കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ഞങ്ങളുടെ മുന്നണി ഒരു സീറ്റ് ഒരു പാർട്ടിക്ക് കൊടുത്തു. ആ കൊടുക്കുന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അവിടെ ആർക്കാണ് വിന്നബിലിറ്റി ഉള്ളത് എന്ന്. സീറ്റ് BJPക്ക് നിലനിർത്താമായിരുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ പറയുന്ന UDFന് വേണമെങ്കിൽ VS ശിവകുമാറിനെ പറഞ്ഞിറങ്ങി വോട്ട് വർദ്ധിപ്പിച്ച ഒരു മണ്ഡലമാണ്. പ്രിയപ്പെട്ട സഹോദരൻ, നേരത്തെ താങ്കൾ ഗുരുവായൂർ പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തെ സംരക്ഷിക്കണം, അതുകൊണ്ട് അവിടെ ഒരു ഹിന്ദു MLA. അത് എന്തുകൊണ്ട് റാന്നിയിലില്ല? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ആങ്കർ, താങ്കൾക്ക് കാര്യമായ എന്തോ ഒരു പിശക് ഞങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിൽ താങ്കൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. താങ്കൾക്ക് രമേശ് പിഷാരടിയും സുധീർ കരമന എന്ന് പറയുന്ന താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള സുധീർ കരമനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലീഡിംഗ് റോൾ ചെയ്തിട്ടുള്ള അഞ്ജലി നായരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് അല്ല, അഞ്ജലി നായർ നിങ്ങൾക്ക് തൃപ്പൂണിത്തറയിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണ്ട. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ, നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞത് എന്റെ ചോദ്യം തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി ആരാണെന്നായിരുന്നില്ല. എന്റെ ചോദ്യം, കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ. അപ്പൊ ആ തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ട് BJPക്ക് ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അതായത് അഞ്ജലി നായർ നിങ്ങൾ ആരെ വേണമെങ്കിലും നിർത്തിക്കോളൂ, എന്റെ പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്നത്, BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിൽ. അത് വലിയ കാര്യമാണ്. അവിടെ വോട്ട് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ഗ്രാജുവലി കൂട്ടാൻ പറ്റി. അവിടെ ഒരു BJP കാൻഡിഡേറ്റ് എന്തുകൊണ്ട് ഇല്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അഞ്ജലി നായരുടെ പ്രശ്നമല്ല. എനിക്ക് എന്താണ് അഞ്ജലി നായരുടെ? ഞാൻ പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി BJP ഒരു സീറ്റ് ഒരു ഘടകകക്ഷിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. BJPക്ക് കൂടുതൽ വോട്ടുള്ള ഒരു സീറ്റ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു, ഞങ്ങളുടെ ഓരോ പാർട്ടികളെയും ഞങ്ങൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കൊടുത്തത് ഒരു അക്ഷന്തവ്യമായ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കണം നിർബന്ധമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിക്ക്, ഞങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ പാർട്ടിയുടെ സ്വത്താണ്. അവർ ഓരോരുത്തരും ഞങ്ങൾ വിജയിച്ച് എടുക്കണമെന്ന് ഞങ്ങളുടെ പ്രവർത്തകന്മാർ അക്ഷീണം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ 2020 മത്സരിക്കുന്നുണ്ടോ, BDJS മത്സരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കാമരാജ് കോൺഗ്രസ് ആണോ, LJP ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഞങ്ങളുടെ കോalition പാർട്ട്ണർ ആണോ എന്നുള്ളതല്ല.
ഞങ്ങളുടെ ചിന്ത NDAയുടെ 140 സീറ്റുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം. ഞങ്ങളാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായും അവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഞങ്ങൾക്ക് കൂടുതൽ വോട്ടുള്ളിടത്ത് ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ വിജയിക്കും. അപ്പോൾ സ്വാഭാവികമായി അതിൽ എതിരാളികൾക്ക് സംശയം തോന്നുന്നതിൽ എനിക്ക് ആശങ്കയില്ല. കാരണം സ്വാഭാവികമാണ്, പൊളിറ്റിക്സ് ആണ്. അതിന് അവരുടെ വിന്നബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളൊരു നല്ല സ്ഥാനാർത്ഥി അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് ആയിട്ടുള്ള താങ്കൾക്ക് അതിലൊരു അസ്വസ്ഥത എന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഒരു കാര്യം കൂടി പറയാം. താങ്കൾ വന്ന നേരം മുതൽ എന്നോട് ഈ പറയുന്ന ഗുരുവായൂരും ശബരിമലയും റാന്നിയും ഒക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ 2 പ്രിയപ്പെട്ട എന്റെ സഹ പാനലിസ്റ്റുകളും പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുള്ള അവസരം ഇതുവരെ കിട്ടിയില്ല. ഞാൻ താങ്കൾ ചോദിച്ചതിന് ശേഷം അത് പറയാമെന്നുള്ള നിലയിലാണ് മിണ്ടാതെ പോകുന്നത്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ആർഷോ ഇവിടെ ഒരു പ്രസംഗം നടത്തി, അല്ലെങ്കിൽ ഒരു കമന്റ് നടത്തി. കേശവനാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് അദ്ദേഹം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും അഡ്രസ്സ് ചെയ്യേണ്ടടുത്ത് അദ്ദേഹം ഒരൊറ്റ വാക്കിൽ തന്നെ കടിച്ചു തൂങ്ങി. ഒരു പേര് പറയാനുണ്ടായിരുന്നത് കൊണ്ടാണ് അതിൽ കടിച്ചു തൂങ്ങിയത്. അല്ലാതെ അദ്ദേഹം ഒരിക്കൽ തന്നെ അതിനെ ഒബ്ജക്റ്റ് ചെയ്തില്ല. ഇദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ ഈ പറയുന്ന നിലയ്ക്കൽ പ്രക്ഷോഭ കാലത്തൊന്നും വെളിയിൽ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ കഴിയുന്ന നല്ല ഉശിരൻ ആളുകൾ ഈ നാട്ടിൽ ജീവനോടെ ഇപ്പോഴും ഉണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഇവരുടെ ഈ കമന്റ് കേട്ട് വിഷമിച്ച് CPM-നോട് വിട പറഞ്ഞ നല്ല എണ്ണം പറഞ്ഞ സഖാക്കന്മാർ ഇന്നും കേരളത്തിനകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഞാൻ ചോദിച്ച മറ്റ് 2 ചോദ്യങ്ങളുടെയും മറുപടി അദ്ദേഹം പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർഷോ നാളെ CPM-ന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. ഇനി ആർഷോ പോലെയുള്ള ആളുകൾ ചരിത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ആർഷോയുടെയൊക്കെ ഒരു സ്റ്റാൻഡ് വർഗീയതയെക്കുറിച്ച്, അതുപോലെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആർഷോ പറയുകയാണ്. ആർഷോ പറയുമ്പോൾ എനിക്കതിനകത്ത് തോന്നുന്നത് പഴയ മുഖ്യമന്ത്രി മൺമറഞ്ഞു പോയ ശ്രീ VS അച്യുതാനന്ദൻ ഒരു വിഷയത്തിൽ പറഞ്ഞ ഒരു ഫ്രേസ്, ആ ഫ്രേസ് എനിക്കിവിടെ പറയാൻ തോന്നുന്നു. അതായത് അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം എന്നൊരു ഫ്രേസ് അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തോട് പറഞ്ഞു. അതുപോലെ സ്വന്തം സഹപ്രവർത്തകയെ ആ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ഉച്ചരിക്കുന്നില്ല. കാരണം അതൊന്നും എൻ്റെ സംസ്കാരത്തിന് ചേർന്നല്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് അത് സാധിക്കും, പക്ഷേ എൻ്റെ സംസ്കാരത്തിന് അത് സാധിക്കില്ല. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിനക്ക് ഗർഭമുണ്ടാക്കി തരും, അതിൻ്റെ പറഞ്ഞ വേർഡ് ഇതല്ല, ഞാൻ അവിടെ നിർത്തുകയാണ് ആ വേർഡ്. അതിനു മുൻപ് അവരെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും കൂടി ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വന്നിരുന്നിട്ട് ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നത് BJP ആണെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം അതൊക്കെ എത്രത്തോളം കാര്യമായിട്ട് അതിനെ ഉൾക്കൊള്ളുമെന്ന് മിനിമം അദ്ദേഹത്തെ പറഞ്ഞു വിട്ട CPM എങ്കിലും അതിൽ ആ കാര്യം മനസ്സിലാക്കണം. ഇനി എൻ്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി വർഗീയതയ്ക്കെതിരെയൊക്കെ ഘോരം പ്രസംഗിക്കുകയാണ്. ആ വർഗീയതയ്ക്കെതിരെ ഘോരം പ്രസംഗിക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, NS നുസൂർ എന്ന് പറയുന്ന നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള നേതാവ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കോൺഗ്രസിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ആ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു റിലവൻ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞ റിലവൻ്റ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലം SDPIക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, SDPIയുടെ വോട്ട് കൂടി വാങ്ങിയെടുക്കാൻ കെൽപ്പുള്ള SDPIക്കാരൻ്റെ മനസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരന് വിട്ടു നൽകിയ VD സതീശൻ്റെയും അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും രാഷ്ട്രീയത്തോട് ഞാൻ ഗുഡ് ബൈ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആരാണ് വർഗീയതയെ താലോലിച്ചത് എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പൊതുജനത്തിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇനി വെൽഫെയർ പാർട്ടിയുടെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിട്ടുള്ള പിന്തുണ നേടിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ മത്സരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടല്ല, അദ്ദേഹം അത് മനഃപൂർവ്വമായി ഇവിടെ പറയാത്തത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഞങ്ങളും CPM-ഉമായിട്ട് ഡീലാണെന്ന് ആരോപിക്കുന്നവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ മാർച്ച് 14-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു ഇഫ്താർ ചടങ്ങ് നടന്നു. ആ ഇഫ്താർ ചടങ്ങ് നടത്തിയത് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആരാണ് SDPI എന്ന് ഞാൻ വിശദീകരിക്കണ്ട. എന്താണ് SDPIയുടെ രാഷ്ട്രീയ സംസ്കാരം എന്ന് ഞാൻ വിശദീകരിക്കണ്ട. എന്താണ് SDPI കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് 2010 തന്നെ ഈ പറയുന്ന മഹാനായിട്ടുള്ള VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. SDPIയെ കോട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിഷയം എന്താണെന്ന്. അങ്ങനെ SDPIയുടെ UAPA ചുമത്തപ്പെട്ട് അറസ്റ്റിലായിരുന്ന ഓൾ ഇന്ത്യ പ്രസിഡന്റ് MK ഫൈസിയുടെ 2 കൈകളും ചേർത്ത് വെച്ച് അദ്ദേഹം ഈ നമ്മുടെയൊക്കെ ഈ ഹിന്ദു ആചാരത്തിൽ കല്യാണം നടത്തി കഴിയുമ്പോൾ വധുവിൻ്റെ അച്ഛൻ വരൻ്റെ കയ്യിലേക്ക് പിടിച്ചു വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, വെറ്റിലയൊക്കെ വെച്ചിട്ട്. അതുപോലെ
ഈ പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ കയ്യെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ കയ്യിലേക്ക് പിടിച്ചു വെച്ച് കൊടുക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജില്ലാ പേജിലും സംസ്ഥാന പേജിലും ഒക്കെ ഉണ്ട്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്തരത്തിൽ SDPIയുടെ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു, ഞങ്ങളും പോകാറുണ്ട്. പക്ഷേ SDPI പോലുള്ള ഒരു രാജ്യദ്രോഹ സംഘടനയിൽ ഇനി CPM-കാരനോട് ഞാനത് പറയുമ്പോൾ കുറച്ചുകൂടി വൈകാരികമായി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഈ ആർഷോ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചിട്ടുള്ള മഹാരാജാസ് കോളേജിൽ ഞാൻ പെട്ട മകനെ എന്ന് പറഞ്ഞ് ഇവരെല്ലാം തെരുവിൽ കണ്ണീർ പാകിയ ഒരു ചെറുപ്പക്കാരനുണ്ട്, അഭിമന്യു. ആ അഭിമന്യുയുടെ ചങ്കിലേക്ക് കത്തി ആഴ്ത്തി ഇറക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പേര് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യാൻ പേടിച്ചിട്ട് വർഗീയത തുലയട്ടെ എന്ന് ചുമരിൽ എഴുതിയ SFI ഈ കാര്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കണം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വർഗീയതയുടെ രണ്ട് വശങ്ങളാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ആകെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഡീൽ ഇപ്പോൾ വാളയാറിനപ്പുറത്തും മംഗലാപുരത്തിനപ്പുറത്തും കളീക്കവളയ്ക്ക് അപ്പുറത്തും നിങ്ങൾ രണ്ടുപേരും ഭായിമാരാണ്. നിങ്ങൾ കേരളത്തിനകത്തും അതേ ഭായി നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടി LDF അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുക്കുന്നില്ല, പകരം അവിടെ കൈപ്പത്തി ചിഹ്നത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഇപ്പുറത്ത് മുഹമ്മദ് റിയാസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തി കൊടുക്കുന്നു, കൈപ്പത്തി ചിഹ്നത്തെ മാറ്റി കൊടുക്കുന്നു. സ്വാഭാവികമായും അവിടെ മുഹമ്മദ് റിയാസിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സ്റ്റാൻഡ് കോൺഗ്രസ് എടുക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒരു കാലഘട്ടത്തിലെല്ലാം തള്ളിപ്പറഞ്ഞ ഈ സഖാവ് ആർഷയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ഇപ്പോൾ വിയോജിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അഭിമാനത്തിന്, സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് തീവ്രത അളക്കുന്ന മിഷൻ കൊണ്ട് തീവ്രത അളന്ന് നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ച ആളുകൾ ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടിയുടെ സൗരഭ്യവും മൂവർണ്ണക്കൊടിയുടെ ശീതളമയും അനുഭവിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന സാഹചര്യവും കേരളത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ നേർക്ക് നിങ്ങൾ വർഗീയതയുടെ തോക്ക് ചൂണ്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശരി, ശ്രീ ഷമ്മാസ്, ഇതിൽ രണ്ട് കാര്യങ്ങൾ നന്ദു ചോദിച്ചതിലുണ്ട്. ഒന്ന് PK ശശിയുടെ കാര്യമാണ്. അത് കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ തീവ്രത അളന്നു? കാരണം ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്താണെങ്കിലും ശരി, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ, അപ്പുറത്ത് മുകേഷ് ഉണ്ടല്ലോ, അപ്പുറത്ത് PK ശശി ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു. മുകേഷിനെ CPM സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റിയപ്പോൾ കോൺഗ്രസ് ആണ് PK ശശിയെ ഇങ്ങോട്ട് ആനയിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ പിന്തുണയ്ക്കാൻ പോകുന്നത്. അതിനുള്ളൊരു മറുപടി. അതോടൊപ്പം തന്നെ അതിനുള്ള മറുപടി അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. അല്ല, ഇവിടെ PK ശശിയുടെ വിഷയം ഉൾപ്പെടെ പല വിഷയങ്ങളും നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം തീവ്രതയൊക്കെ ഏത് കേന്ദ്രത്തിൽ നിന്ന് വന്നതാണെന്നും എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്നും വളരെ കൃത്യമായി നമുക്കറിയാം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ രീതിയിൽ നിലവിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണെങ്കിൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഏറ്റവും വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയൊരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളിത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യണമെന്നേ ഞങ്ങളാരും ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടെന്ന രീതിയിൽ പറഞ്ഞോ? ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടണം. അല്ലാതെ ഇവിടെ ഇസ്ലാമെന്നോ മതമെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഹിന്ദു എന്നോ അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടട്ടെ. ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ അത് ഏതെങ്കിലും അതിനകത്ത് കൃത്യമായ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിനെതിരായുള്ളൊരു പരാതിയും കേസും ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞത് കൃത്യമായി പാലക്കാട് മത്സരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് പിഷാരടിയാണ്. ആ രീതിയിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായ സന്ദേശം നൽകാൻ പറ്റുന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള കാര്യം കൂടി പറയണം ഷമ്മാസ്. നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കാണ് വിൻസെന്റിന്റെ പരാതിക്കാരി കത്തയച്ചത്. എനിക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ആ കത്തുകളിലെ വരി. അപ്പോൾ വിൻസെന്റിന് കോവളം സീറ്റ് കൊടുത്തു കോൺഗ്രസ്. അല്ലെന്നേ, ഇതിനകത്തെ അല്ല, ഈ പറഞ്ഞ ഈ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാകും. അതിനകത്ത് രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുള്ള വിഷയങ്ങളും ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെ കാര്യവും ഒക്കെ ഉണ്ടാകും. വ്യക്തിപരമായി ചില ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നിലവിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പലതവണ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വിഷയത്തിൻ്റെ മെറിറ്റും അതിലെ യാഥാർത്ഥ്യം കൂടെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ്
പാർട്ടി അക്കാര്യത്തിലൊക്കെ തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെയാണല്ലോ, ജനങ്ങൾക്ക് മുമ്പിലേക്കാണല്ലോ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തോ മറ്റേതെങ്കിലും തീരുമാനത്തിലേക്കോ പദവികൾക്കോ അപ്പുറത്തേക്ക് ജനങ്ങളുടെ മുമ്പിലേക്കാണ് അവതരിപ്പിക്കുന്നത്. അവിടെ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അതെ ഈ പറയപ്പെട്ട കോവളം MLA കാര്യമാണെങ്കിലും ഈ പറയപ്പെട്ട പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പൊതുജനങ്ങളെ ഇവരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ഇനി അങ്ങോട്ട് സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന എം വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ല, എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും അല്ല ഞാൻ ചോദിച്ചത്. ഒറ്റപ്പാലത്തെ അതെ, അവിടെ ഇന്നലെ വരെ CPM-നെ തീവ്രത അളന്ന് നിങ്ങൾ പെൺകുട്ടികളുടെ മാനത്തിന് തീവ്രത അളന്നില്ലേ എന്ന് ചോദിച്ചവർ ഇന്ന് എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് കേരളത്തിലെ പൊതു. അതിനാണ് ഷമാസ് മറുപടി പറയേണ്ടത്. ഷമാസ് ബ്രോഡായിട്ട് ചില കാര്യങ്ങളെ ഇങ്ങനെ പറഞ്ഞ് അതിനെ തീവ്രതയുടെ കാര്യവും ഈ പറഞ്ഞ PM മാർഷോ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംസാരിച്ചത്. അദ്ദേഹം കേരളത്തിലെ പൊതുവായ ഈ CPM-ന് അകത്ത് നടക്കുന്ന ജീർണതയുടെയും അവരുടെ ഈ പറഞ്ഞ കൊള്ളരുതായ്മയും അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയം ഉയർത്തിയപ്പോൾ ആ രാഷ്ട്രീയത്തെയാണ് വളരെ കൃത്യമായി UDF പിന്തുണച്ചത്. ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ഈ പറഞ്ഞ ഞങ്ങളാരും അത് സംബന്ധിച്ച പരാതികൾ ഇപ്പോഴും അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു പരാതിക്കാരി നിലനിൽക്കുന്നതായി അറിയില്ല. ഈ പറഞ്ഞ ഈ സാഹചര്യത്തിലും അങ്ങനെ പുറത്തു വന്നിട്ടില്ല. CPM-ന്റെ ആഭ്യന്തര കാര്യമെന്നും അങ്ങനെ ഒരു പരാതി എന്നൊക്കെ പറഞ്ഞില്ല. തീവ്രത അളക്കാൻ പോയത് ഒരു പരാതിയും ഒരു പരാതിക്കാരിയും ഇല്ലാതെയാണോ കോൺഗ്രസ്? അത് പറഞ്ഞിട്ടാണല്ലോ അന്ന് CPM അതിനെ ന്യായീകരിച്ചത്. എന്താ അറിയ അന്ന് CPM അതിനെ ന്യായീകരിച്ചത് എന്താണ്? PKCC ഇത്രയും കാലം ഈ പറഞ്ഞ രീതിയിൽ ഈ പദവികളെല്ലാം ഞങ്ങൾ അങ്ങനെയാണോ ചെയ്തത്? ഞങ്ങളൊരു പരാതി വന്നപ്പോൾ സ്വീകരിച്ച നടപടി എന്താണ്? ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നടപടി എന്താണ്? നിങ്ങളെന്തിനാ അക്കാര്യത്തിൽ ഞങ്ങളെ ഒരു ഇരട്ടത്താപ്പ് എന്ന രീതിയിലേക്ക് കാണുന്നത്? ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഓരോ വിഷയത്തിന്റെയും മെറിറ്റ് അനുസരിച്ച് അതിന്റെ ഗൗരവം അനുസരിച്ചുള്ള നിലപാടുകൾ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരള ഒരു മിനിറ്റ് ആര്യ, ഷമാസ് ഒരു യുവജന നേതാവാണ്. നമ്മൾ 3 പേരും ഈ പറഞ്ഞ BJP നേതാവിന് അദ്ദേഹത്തിന് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം ഷമാസ് ഒരു മിനിറ്റ്, നമ്മൾ 3 പേരും യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ്. ഞാനും ഷമാസും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന PK ശശിയുടെ തീവ്രത അളന്ന CPM നിലപാടിനെതിരെ ഘോരം വർഷങ്ങൾ പ്രസംഗിച്ചവരാണ്. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്തോടു കൂടി പറയുന്നത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാതെ CPM നടത്തിയിട്ടുള്ള ഇരട്ടത്താപ്പിനെതിരെ നമ്മൾ വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടെടുത്ത ഞാനും നിങ്ങളും ഒരു ചർച്ചയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ ന്യായീകരണത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? ബാക്കി ആൾക്കാരെ വിടൂ. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഒരു യുവജന പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അപ്പൊ ആ പെൺകുട്ടിക്ക് നീതി കൊടുക്കണ്ട, ആ പെൺകുട്ടിക്ക് നീതി കൊടുക്കണ്ട ഒരു മിനിറ്റ് ഷമാസ്, അതാണ് കേരളത്തിന്റെ ഞാൻ ചോദിച്ചത്. ആ പെൺകുട്ടിയുടെ തീവ്രത അളന്ന ആ പെൺകുട്ടിയുടെ മാനത്തിന് ഭംഗമുണ്ടാക്കിയ CPM നിലപാടിനോട് ഇപ്പോഴും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ CPM ചെയ്തതാണ് ശരിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. നിങ്ങളൊരു യുവജന നേതാവാണ്. എന്റെ ചോദ്യം അവിടെയാണ്. ഡോക്ടർ ഈ PK ശശി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിലപാട് പറഞ്ഞ വ്യക്തി കൂടി ആർഷോയായിരിക്കും. നേരിട്ട് ബാഗ്പൂരിലേക്ക് പോയിരുന്നു. ആർഷോ പറയൂ. ഇതിനകത്ത് ഉയർന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, പാലക്കാട് ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിച്ചുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ EMS ഗവൺമെന്റിന്റെ ഘട്ടം മുതൽ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ അതാത് മണ്ഡലത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ മത്സരിപ്പിച്ച പലയിടങ്ങളിലും ഇടതുപക്ഷത്തിന് ബാലികേറ മലയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന വിലയിരുത്തിയിരുന്ന പലയിടങ്ങളിലും ഞങ്ങൾ വിജയിച്ചു വരുന്ന നില ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും വിജയകൂട പ്രതിനിധി കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറായാൽ നന്നായിരിക്കും എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹം പറഞ്ഞ ചില ഡീലുകൾ, ആ ഡീലുകൾക്കകത്ത് നുസൂർ പറഞ്ഞ ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. നുസൂർ അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന നുസൂർ മറ്റു പല ആരോപണങ്ങളും മറ്റു പല ഡീലുകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അത് നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട്, വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട്, അരുവിക്കര മണ്ഡലവുമായി ബന്ധപ്പെട്ട്, തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് രാജീവ് ചന്ദ്രശേഖറും BJPയുടെ സംസ്ഥാന നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും തമ്മിലുണ്ടാക്കിയ ഡീലുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാകെ
ഈ പറഞ്ഞ പോലെ പറഞ്ഞു വെക്കുന്ന നിലയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ SDP സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി പറയുന്ന ഒരു നിലയുണ്ടായി. ഇതേ സമാനമായിട്ടുള്ള ഒരു ഡീല് നമുക്ക് വേണമെങ്കിൽ ഉയർത്തിക്കൂടെ? മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിനകത്ത് വളരെ ചുരുങ്ങിയ മാർജിനകത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നൊരിടം. ആ ഇടത്ത് സാധാരണ പൊതുവെ UDF അനുകൂലമായി നിലപാട് സ്വീകരിക്കാറുള്ള SDPI ഈ പറഞ്ഞൊരു 5,000 വോട്ടുണ്ട് തോന്നുന്നവർക്ക് ആ SDPI ഇത്തവണ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലേ? അതാരെ BJP സഹായിക്കുന്നതിന് വേണ്ടിയാണോ? കോൺഗ്രസിന്റെ വോട്ട് ഭിന്നിപ്പിക്കുന്ന, ലീഗിന്റെ വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയും BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയും സുരേന്ദ്രനും SDPIയും തമ്മിൽ ഡീലുണ്ടാക്കിയാണ്, ധാരണയുണ്ടാക്കിയതാണ് എന്നുള്ളൊരു ആക്ഷേപം ഞാൻ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അങ്ങയുടെ മറുപടി? ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിനകത്ത് തന്നെ പലയാവർത്തി പ്രത്യക്ഷമായി ഇവിടെ രാഷ്ട്രീയ ബാന്ധവം BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടായതിന്റെ എത്രയോ ചരിത്രമുണ്ട്. പട്ടാമ്പിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ബേപ്പൂര് കണ്ടിട്ടില്ലേ? വടകരയിൽ കണ്ടിട്ടില്ലേ? അങ്ങനെ എത്ര ഇടങ്ങളിൽ പ്രത്യക്ഷമായി കേരളത്തിനകത്ത് രാഷ്ട്രീയ നീക്കം നടത്തിയിട്ടുള്ള, കൂട്ടുകെട്ടുണ്ടാക്കിയ, കോലീബീസൊക്കെ ഉണ്ടാക്കിയ ആളുകൾ, ആ ആളുകൾ ഇവിടെ വന്ന് ഡീലിനെ സംബന്ധിച്ച് പറയുന്നത് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്നുള്ളതിനകത്തൊരു തർക്കമില്ല. ഇനി ഷമ്മാസ് ചർച്ച ചെയ്യുന്നതിനിടയിൽ സൂചിപ്പിച്ച കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായില്ല. ഒന്ന് PK ശശിയുമായി ബന്ധപ്പെട്ട് PK ശശി എങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഷമ്മാസിനെ പോലുള്ള ആളൊക്കെ ഇടപെടൽ നടത്തുന്നത്, പ്രയാസപ്പെടുന്നത്, വിയർക്കുന്നത് കാണുമ്പോൾ വല്ലാതെ ചിരി വരുന്നുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അപ്രസക്തനായിട്ടുള്ള ആ കക്ഷിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയോ ചുരുങ്ങിയ സമയത്തിനകത്ത് സമയം കളയുന്നതിന് വേണ്ടിയോ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊന്ന്, വർഗീയ ഈ പറഞ്ഞവർക്ക് വിവിധ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ പറഞ്ഞ് ഷമ്മാസ് പറയുന്നതിലുണ്ടായി. ഞങ്ങൾ ഈ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും വ്യവസായിക മേഖലയും കേരളത്തിലെ പൊതുവായ വികസന കാഴ്ചപ്പാടിനെയും ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പറഞ്ഞു. PMC എന്ന് പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം PMCയിൽ ഒപ്പിടാത്ത, PMCയുമായി ബന്ധപ്പെട്ട തുക കൈപ്പറ്റാത്തതുണ്ട് എങ്കിൽ ആർജവത്തോടെ നിങ്ങൾക്ക് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. അങ്ങനെയല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പുകമറ സൃഷ്ടിച്ചുകൊള്ളുക. എന്നിട്ട് പറഞ്ഞു വർഗീയ ശക്തിയുമായി, ഏത് വർഗീയ ശക്തിയുമായി കൂട്ടുകൂടുന്നതിന് വേണ്ടി എങ്ങനെ പിറകോട്ട് പോകേണ്ടി വന്നത്? നിങ്ങൾ ഈ പറഞ്ഞ ഓരോ വിഷയം പറഞ്ഞു, ആരോഗ്യ മേഖലയുടെ വിഷയങ്ങൾ സംസാരിച്ചില്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ, കേട്ടു പോകാൻ പറ്റുന്നേ. അങ്ങനെ ഈ പറഞ്ഞ വിഷയത്തോടൊപ്പം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വിഷയങ്ങളും ഈ പറഞ്ഞ PMC ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ടി വരും. അതെങ്ങനെ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റുന്നത്? അതിങ്ങനെ ആവശ്യം പറഞ്ഞാൽ കേട്ടിട്ട് പോകാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ചർച്ചയാകുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് മോശം. ഏറ്റവും കുറഞ്ഞ സമയം കിട്ടിയത് പറയട്ടെ. ഷമ്മാസ് ഇത് മാന്യത കാണാൻ ഇതേപോലെ ഷമ്മാസ് സൂചിപ്പിച്ചു. ഏത് വർഗീയ ശക്തിയുമായും കൂട്ടുകൂടുന്നതിന് വേണ്ടി മടിയില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നുള്ളത്. ഷമ്മാസിനോട് ഒറ്റ കാര്യം മാത്രം പറയാം. ഷമ്മാസ് പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ, ഒന്ന് വിചാരധാരയാണ്. ആ വിചാരധാരയാണ് പറഞ്ഞു വെച്ചുള്ളത് കേരളത്തിലെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണെന്ന്. രണ്ടാമത്തെ പുസ്തകം നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു. ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണോ ജൂതരെ നാസി പട്ടാളം ഇല്ലായ്മ ചെയ്തത് അതുപോലെ വേണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യാനെന്ന്. ഈ 2 പുസ്തകവും എഴുതി വെച്ച ആളുടെ പേര് MS കോൾവാൾക്കർ എന്നാണ്. RSSന്റെ 2ാമത്തെ സർസംഘചാലകൻ. ഈ രാഷ്ട്രീയം, RSSന്റെ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ വിത്തുവാകിയ ഗോൾവാൾക്കറുടെ ചിത്രം കാണുമ്പോൾ അതിന്റെ മുന്നിൽ കുമ്പിട്ട് തലകുനിച്ച് നിൽക്കാൻ വേണ്ടി തോന്നുന്ന മാനസികാവസ്ഥയുള്ള ഒരാൾ കേരളത്തിന്റെ ബഹുമാന്യനായ LOP VD സതീശൻ. ആ VD സതീശൻ നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ഷമ്മാസ് സൂചിപ്പിക്കുന്നത് വർഗീയ ശക്തിയോട് സന്ധി ചെയ്യുന്നതിന് വേണ്ടി വർഗീയ ശക്തി ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ലാവലി കേസ് ഞാൻ എണ്ണി പറയണോ? ഇതൊക്കെ മറക്കണോ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ പോകണോ? ഈ തോന്നിവാസങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ച് മുന്നോട്ട് പോകണോ? കേരളത്തിലെ പൊതുജനങ്ങൾ കഴുതകളല്ല. ആ ബോധം ഉൾപ്പെടെയുള്ള CPI നേതാക്കൾക്ക് വേണം. ഇതൊക്കെ വിലയിരുത്തുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായത്. അവിടെ മതവും വർഗീയതയും ഈ പറഞ്ഞ തോന്നിവാസങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് ഈ ചർച്ചകളെ അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതില്ലാതാവില്ല. എത്ര ഒച്ച വെച്ചാലും ഈ പറഞ്ഞ CJP മുന്നണിയെ വലിച്ചു താഴെയിടുന്ന തെരഞ്ഞെടുപ്പായിട്ട് തെരഞ്ഞെടുപ്പ് മാറും. നിങ്ങൾ ഈ പറഞ്ഞ നാഴികക്ക് 40 വട്ടം BJP നേതാക്കളുമായി ചർച്ച നടത്തി, അതിന് പൂരങ്ങളൊക്കെ, അതിന് ADGP കൂടിക്കാഴ്ച, എന്തൊക്കെ ഈ നാട്ടിൽ നടന്നിട്ട് അതിനൊന്നും
ഒന്നും മറുപടി ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ 59-ാം മിനിറ്റിൽ വന്നിട്ട് കോൺഗ്രസിന് മെക്കിട്ട് കയറിയ അതൊക്കെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൽ പുതിയ പദ്ധതികൾ എന്തൊക്കെ വരും, കേരളത്തിൽ വികസനം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, ഓരോ മണ്ഡലത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്ന ചർച്ചകളിലേക്ക് ഓരോ സ്ഥാനാർത്ഥികളും കടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇത്തവണയും അല്ലെങ്കിൽ ഇന്നും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മതം, വർഗീയത ആ വിഷയത്തിലേക്ക് നമ്മൾ ചുരുങ്ങുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും ചർച്ച കണ്ട പ്രേക്ഷകർക്കും.